പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സിദ്ധാർത്ഥ ടീച്ചർ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എല്ലാവർക്കും എന്റെ സുലോചന അവർ ഞാൻ ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നു വഹിക്കുന്നതിലേക്കായി. അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന PTA അംഗങ്ങൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ലക്ഷ്യം. അപ്പൊ ആ രംഗം നമ്മൾ ഇപ്പോൾ ഇവിടെ ജനകീയ സമിതി രൂപീകരിക്കാന്നുള്ളതാണ്. പ്രൈമറിയിലെ കുട്ടികളുടെ ഉന്നമനത്തിനും അവരുടെ ഭാവി നിശ്ചയിക്കുന്ന നമുക്കറിയാം, നമ്മുടെ പ്രീ പ്രൈമറി സ്കൂളുകൾ മറ്റ് പ്രൈവറ്റ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഒരുപാട് അതിനെ ഒരു കടമ്പയുണ്ട് കടക്കാൻ വേണ്ടി. എന്നാൽ ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഈ നമ്മുടെ ഈ മീറ്റിംഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഒന്നാം ഘട്ടം വിജയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇതിന് മുമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന 3 ഹെഡ് മാസ്റ്റർമാർ, ഹെഡ് മിസ്റ്റേഴ്സ് ഇവിടെ പങ്കെടുക്കുന്നു. പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രീ പ്രൈമറി നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ജനകീയ സമിതി രൂപീകരിക്കാനുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടി ഒരു വ്യക്തിപരമായ താല്പര്യം ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു വിദ്യാലയം തിരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം ഇവിടെ സംസാരിച്ചു ഇരിക്കുന്ന എല്ലാവർക്കും അത് ഏറെക്കുറെ ബോധ്യപ്പെടുകയും ചെയ്യും. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇത് ജനകീയ പിന്തുണയോടുകൂടി വലിയ വിജയമാക്കി തീർക്കാൻ പറ്റുന്ന നിലയിൽ ഒരു സമിതി നമുക്ക് രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ആയമാരും മറ്റ് അനുബന്ധ കാര്യങ്ങളും കൂടി ഇതോടൊപ്പം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചൊന്നു കൊണ്ടുപോകേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം കൂടി എനിക്കുണ്ട്. എന്തായാലും ഈ സമിതിയിലേക്ക് എന്നെ ക്ഷണിച്ച ഹെഡ് മിസ്ട്രസിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും PTA അംഗങ്ങൾക്കും. സ്കൂളുകളും ഒരു പരിതാപകരമായ അവസ്ഥയിലോട്ട് പോയപ്പോഴാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ കുറിച്ചും അത് സ്കൂളിൽ എങ്ങനെ വികസനമായി കൊണ്ടുവരണം എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച നടക്കുകയും